രാജ്യങ്ങളും അതിനു പുറമെ പേര് വെളിപ്പെടുത്താത്ത ചില രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് സൂചന. 2022 $375 മില്യൺ കരാർ ഫിലിപ്പൈൻസ് ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ചിരുന്നു. അങ്ങനെ 2024 ഇന്ത്യ ആദ്യഘട്ട മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പൈൻസിന് കൈമാറിയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഇന്ത്യ ഫിലിപ്പീൻസിൽ മിസൈലുകൾ എത്തിച്ചത് എന്നാണ് സൂചന. ഇതിനു പുറമെ അർമേനിയയും ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള താല്പര്യം അറിയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അർമേനിയയുടെ പ്രധാന എതിരാളി അസർബൈജാനാണ്. അസർബൈജാന് തുർക്കിയും പാകിസ്ഥാനും ചൈനയും ഒക്കെയാണ് ആയുധങ്ങൾ നൽകിയിരുന്നത്. സോ അതിനെ പ്രതിരോധിക്കാൻ ബ്രഹ്മോസിന് കഴിയുമെന്നാണ് ഇപ്പോൾ അർമേനിയയുടെയും വിലയിരുത്തൽ. ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്നാണ്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ആദ്യഘട്ടത്തിൽ തകർക്കുകയും രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങളും മിലിറ്ററി ബേസുകളും ആയുധപ്പുരകളും അടക്കം തകർത്തുകൊണ്ട് പാകിസ്ഥാനെ 4 ദിവസത്തിനുള്ളിൽ പരാജയപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ബ്രഹ്മോസ് മിസൈലിന്റെ ഡിമാൻഡ് രാജ്യാന്തര തലത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ പ്രധാനമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ. നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ തടുക്കാൻ പറ്റുന്ന യാതൊരു ആയുധവും ഇന്നേവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ബ്രഹ്മോസ് മിസൈലിനെ അമേരിക്കയുടെ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് പോലും തകർക്കാൻ കഴിയില്ല എന്നാണ് സൂചന. മാത്രമല്ല ചൈനയുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം പാകിസ്ഥാനിൽ ബ്രഹ്മോസിന് മുമ്പിൽ കീഴടങ്ങി കൊടുത്തു. അതുപോലെ തന്നെ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസിന് പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയും ചേർന്ന് സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണിത്. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്നറിയപ്പെടുന്ന ഈ മിസൈൽ ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ഏറ്റവും അപകടകാരിയായിട്ടുള്ള മിസൈലുകളിൽ ഒന്നുകൂടിയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.